മാന്യസദസ്സിന് വന്ദനം. ബഹുമാന്യരായ പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ആദ്യമേ തന്നെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 1000 മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഇന്ത്യ വിമുക്തമായതിൻ്റെയും 1947 ആഗസ്റ്റ് 5 ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി തീർന്നതിൻ്റെയും ആവേശപൂർവമായ ഓർമ്മകൾ നമ്മളിന്ന് പുതുക്കുകയാണ്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവിവചനം കേട്ടിട്ടില്ലേ? അതെ, ഭാരതം നമ്മുടെ രാജ്യമാണ്. അടിമത്തത്തിൻ്റെ നുകം പേറി ആത്മാഭിമാനം പണയം വയ്ക്കപ്പെട്ട നാളിൽ നിന്ന് വിശാലമായ ജനാധിപത്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഇന്ത്യക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന അനേകരെ ഇത്തരുണത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനവും ഉപ്പു സത്യാഗ്രഹ സമരങ്ങളുമെല്ലാം നമ്മൾക്ക് അറിവുള്ളതാണല്ലോ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം എന്ന് ഏറ്റുപാടിയ ബാലഗംഗാധര തിലക് ഉൾപ്പെടെ സുഭാഷ് ചന്ദ്രബോസ്, ആനി ബസന്റ്, ജവഹർലാൽ നെഹ്റു, അക്കമ്മ ചെറിയാൻ, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നിര നീളുകയാണ്. മാതൃദേശത്തിനു വേണ്ടി തങ്ങളുടെ കഴിവും ആരോഗ്യവുമെല്ലാം സമർപ്പിച്ച വീരനായകന്മാരുടെ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് കാലം ഒപ്പുവെച്ചതിൻ്റെ നേർസാക്ഷ്യമാണ് ചെങ്കോട്ടയിൽ അന്ന് പാറിയ വെന്നിക്കൊടി. ഇന്ന് നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണ്. ജനാധിപത്യം നമ്മുടെ നാടിൻ്റെ മുഖമുദ്രയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ചൊല്ലിനെ സമഞ്ജസമായി സമ്മേളിപ്പിച്ച് ജാതി മത വർണ്ണ ചിന്തകൾക്ക് അതീതമായി ഒരുമയുടെ കരങ്ങൾ കോർത്ത നാടാണ് നമ്മുടേത്. അനേകർ രക്തം ചിന്തി നേടിത്തന്ന സ്വാതന്ത്ര്യം നമുക്ക് കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് ചേർന്ന വിധം പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൃഢ പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ മാതൃരാജ്യത്തിനായി അക്ഷീണം നമുക്ക് പ്രയത്നിക്കാം. ഒത്തൊരുമയുടെ നന്മയുടെ മനസ്സുകൾ പുതുതലമുറയിലും വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.